10 കൊല്ലം കേരള സംസ്ഥാനം അനുഭവിച്ച ദുര്യോഗത്തിന് ഒരു അറുതി വരുത്താൻ കേരളത്തിലെ വോട്ടർമാർ തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന സുദിനമാണ്. ഞങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ മുന്നോട്ട് പോകാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. പ്രചാരണ രംഗത്തൊക്കെ UDF-ൻ്റെ പ്രചാരണങ്ങളെ, വാദമുഖങ്ങളെ തകർക്കാനോ നിഷേധിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് LDF-ഉം BJP-യും ഒക്കെ ഉണ്ടായത്. ജനങ്ങൾ പൂർണ്ണമായും UDF-നോടൊപ്പമാണുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വലിയ ജനപിന്തുണയും ഭൂരിപക്ഷവും UDF-ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പോളിംഗ് ബൂത്തിലേക്കുള്ള വോട്ടർമാരുടെ വരവ്, ആ ഒഴുക്ക് അത് വളരെ വ്യക്തമായി തെളിയിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പോളിംഗ് മെഷീനിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. ഞാൻ പോൾ ചെയ്ത ബൂത്തിൽ ബീപ്പ് സൗണ്ട് വരാൻ താമസിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ഇലക്ഷൻ പ്രൊസീജിയറിനെ താമസിപ്പിക്കും, ഡിലേ വരും. 6 മണിക്ക് ഇത് അവസാനിപ്പിക്കണ്ടേ? ആ സമയത്ത് എത്തുമ്പോഴേക്ക് വലിയ ക്യൂ ആയിരിക്കും കാണാൻ സാധിക്കുക. പോളിംഗ് ഒരാൾ പോൾ ചെയ്ത് വരാൻ എടുക്കുന്ന സമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതിനേക്കാൾ വളരെ കൂടുതലാണ്. നമ്മൾ ബീപ്പ് സൗണ്ട് വന്നിട്ട് പോൾ ചെയ്യുന്ന ആൾ ബൂത്തിൽ നിന്ന് പുറത്തു പോരും. അത് വോട്ടർമാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ ശബ്ദം വരാൻ താമസിക്കുന്നുണ്ട്. അത് എല്ലായിടത്തും, ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും ഞങ്ങൾക്ക് ആ കംപ്ലൈൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നു. അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ട് അതിന് പരിഹാരം കാണണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അല്ല, അത് പിന്നെ ഞങ്ങളെ ഭൂരിപക്ഷത്തിൽ ചെറിയ കുറവ് വരുത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം പ്രവാസികൾക്ക് പല ഭാഗത്തു നിന്നും നാട്ടിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഫ്ലൈറ്റുകൾ തന്നെ ഇപ്പോൾ ദുബായിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ദുബായിലാണ്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ല. കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിന് 50,000 രൂപയിലധികമാണ് ചാർജ്. ഒരു വർഷം ജോലിയെടുത്ത സാധാരണക്കാരായ പ്രവാസികൾക്ക് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതലാണ്. പിന്നെ ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കൊക്കെ വന്നിട്ട് ഇവിടെ എത്തണം. അങ്ങനെ വന്ന ധാരാളം ആളുകളുണ്ട്. കൂടുതൽ തുക മുടക്കി വന്ന ആളുകളുണ്ട്. എന്നാൽ പോലും പൂർണ്ണമായും ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് 50,000 40,000 ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്നിടത്ത് 38 37 ഒക്കെ ആയി മാറും. പറയുള്ളൂ. പോളിംഗ് ശതമാനം കൂടുമ്പോൾ സംസ്ഥാനത്ത് തന്നെ UDF-ന് അത് ദോഷകരമാകുമെന്ന് തോന്നില്ല. പോളിംഗ് ശതമാനം കൂടുന്നത് UDF-ന് ഗുണകരമായിട്ടല്ലേ വരിക? ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികളോട്, നിലപാടുകളോട്, കഴിഞ്ഞ കാലത്തെ ഭരണത്തോട് എതിർപ്പുള്ള ആളുകൾ ഒന്നടങ്കം കൂട്ടമായി കുടുംബസമേതം വന്ന് ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യണം. ഞങ്ങൾക്കത് വളരെ മെച്ചമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഈ പണം കൊടുത്തതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സമാനമായ രീതിയിൽ ബേപ്പൂരിൽ UDF ഇതുപോലെ പൈസ കൊടുത്ത ദൃശ്യങ്ങളും ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചടിയാവുമോ? അല്ല, UDF-ൻ്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആരോപണം മാത്രമേ ഉള്ളൂ. ആരോപണം ആർക്കും പറയാമല്ലോ. ഇപ്പോൾ പേരാമ്പ്രയിൽ ഞങ്ങൾ അവരെ അനൗൺസ്മെൻറ്റും ആ വണ്ടി നമ്പറും ഒക്കെ വെച്ചിട്ട് പരാതി കൊടുത്തു. അതിന് പകരം ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തു. ഒരു തെളിവില്ല. അപ്പോൾ ഭരണം അവരുടെ കയ്യിലാണ്. ആഭ്യന്തര വകുപ്പ് ഒരാഴ്ച കൂടി കയ്യിലുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് അന്ന് ചെയ്യാണ്. ഞങ്ങൾ വ്യക്തമായ തെളിവ് ചെയ്തല്ലേ കൊടുക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ട് പണം കൊടുക്കുന്ന വ്യക്തമായ തെളിവുകൾ വിഷ്വൽ അടക്കല്ലേ ഞങ്ങൾ കാണിച്ചത്. അതിന് പകരം വെറുതെ ഒരു ആരോപണം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ആരോപണം ഞങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ പേരാമ്പ്രയിൽ ഞങ്ങളെ സ്ഥാനാർത്ഥി തഹ്ലിയക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ പറഞ്ഞു അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് ഭീതിയൊന്നുമില്ല. ഇത് കള്ള ആരോപണമാണ്. പരാജയം നേരെ മുമ്പിൽ കാണുമ്പോൾ വ്യാജ ആരോപണങ്ങളും ആയിട്ട് വരികയാണ്. വിഭ്രാന്തി കൊണ്ടാണ്. തോൽക്കുന്നു. തോൽവി മാത്രമല്ല, തോൽവി കഴിഞ്ഞാൽ ഒരുപാട് കേസന്വേഷണങ്ങൾ പാതി വഴിക്ക് നിന്ന് പോയതുണ്ടല്ലോ. അതൊക്കെ നമുക്ക് തുടരണ്ടേ? ആ ഭീതി പലർക്കും ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.